channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റമദാൻ 3 വീഡിയോ ആണ്. അപ്പം വീഡിയോ ആദ്യമായി കണ്ടുവരുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ അരിക്കുട്ടൻ പോവുകയാണ് ഗാസ്. അസ്സലാമു അലൈക്കും പറഞ്ഞ അരിക്കുട്ടൻ പോവുകയാണ് ഗാസ്. അപ്പം റമദാൻ 3-ന്റെ കിച്ചൺ വ്ളോഗ്. അപ്പം ഇടക്കളയിൽ കിച്ചണിൽ ഉമ്മ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ സ്പെഷ്യൽ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾക്ക് നേരെ പോയിട്ട് നോക്കിയാലോ? പോവാം. നമുക്ക് നേരെ കിച്ചണിലോട്ടേക്ക് പോകാം. ഇടയ്ക്ക് വേണ്ടി ഉള്ളിയാണ്, അതിക്ക് വേണ്ടി തക്കാളിയും മുളകും, പിന്നെ ഇതിൽ നിന്ന് ഇവിടെ ഉള്ളിയുണ്ട്. നമ്മൾ ഉള്ളിവടക്കും ചിക്കൻ കറിക്കും വേണ്ടി ഉള്ളി മുറിക്കുകയാണ്. നമ്മൾ ഇതാ ചിക്കൻ കറിക്കുള്ള സാധനങ്ങളാണ് തക്കാളി, ഉള്ളി, മുളക് റെഡിയായി. ഇനി നമ്മൾ ചീഞ്ചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കാം. ഒരു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് അതിൽ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം, മുളകും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ കരിയഞ്ചപ്പല കൗവിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതാ കരിയഞ്ചപ്പല ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾക്ക് മുളക് വാടി വരുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. അത് നമ്മൾ ചിക്കൻ കറീൻ്റെ മുളകും വെള്ളമാക്കിയിട്ട് നമ്മൾ ചിക്കനെ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നന്നായി ഇളക്കി കൊടുക്കേണ്ടതാണ്. എന്നിട്ട് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കണം. ഇതാ നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡിയാവും. ഇതിനിടയിൽ നമുക്ക് പാരക്ക മരത്തിൽ നിന്നും ഒരു പാരക്ക കിട്ടി. ഇവൻ്റെ പേരക്കയാണ്. ഈ മരത്തിൽ നിന്നും ഒരു പേരക്ക കിട്ടിയിട്ടുണ്ട്. അരയ്ക്കുമ്പോൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ ഇപ്പോൾ എടുത്തിട്ട് വന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ. ഉള്ളി വടക്കുള്ള റെസിപ്പിയാണ് കേട്ടോ നമ്മളിപ്പോൾ കാണിക്കുന്നത്. ഉള്ളി വേണം, കരാഞ്ചപ്പല, മഞ്ഞൾപ്പൊടി, ജീരകമാണ് ഇതിലിട്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ കുഴച്ച് കൊടുക്കുകയാണ്. പച്ചമുളകും ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കടലപ്പൊടിയാണ് കുഴക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത്. ഉള്ളിവടക്ക് കൂട്ടുകൊടുത്തു. അത് നന്നായി കുഴച്ച് കൊടുക്കുകയാണ് ഗായ്സ്. ഉള്ളിവട ചൂടാൻ വേണ്ടി ഒരു പാനിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മുടെ ഉള്ളിവട അതിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് നേരെ അത് ഉള്ളിവട എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എല്ലാം പാത്രത്തിൽ ആ ചട്ടിയിൽ നിറയുന്നവരെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നല്ല അടി വെന്ത് വരുമ്പോൾ മറിച്ചിടണം. അപ്പം ഇപ്പോൾ വെന്ത് വരാനായിട്ടുണ്ട്. അപ്പം നമ്മളിതാ നേരെ മറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കണം. അതിനു വേണ്ടി നമ്മൾ ഒരു പ്ലേറ്റ് താഴെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. എല്ലാം എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തു. ഇനി നമുക്ക് ആദ്യത്തേതിൽ ഇത്രയുമാണ് കിട്ടിയിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് രണ്ടാമത് ചുട്ട് കൊടുക്കാം. ഇത് രണ്ടാമത് ചുട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ രണ്ടാമത് ചുട്ട് കൊടുക്കുകയാണ്. അതും കൂടി വെച്ച് കൊടുത്തു. പിന്നെ നമ്മൾ ചായ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. അപ്പം നമ്മൾ ചായ മാറ്റി എന്നിട്ട് ഉള്ളിവട ചുട്ടിട്ടുണ്ട്. അതിനിടയിൽ നമ്മൾ ചുക്ക് ജ്യൂസാക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ജ്യൂസ് ജാറിലേക്ക് ചുക്കിട്ട് കൊടുക്കാം. പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തു. പഞ്ചസാര ഇട്ട് കൊടുക്കാം, ആവശ്യത്തിന് പഞ്ചസാര. പിന്നെ പാലുണ്ടെങ്കിൽ പാൽ, അല്ലെങ്കിൽ പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് അരിച്ച് കൊടുക്കാം കേട്ടോ. ജ്യൂസ് ജാറ് കൊണ്ടുപോയിട്ട് അരിച്ച് കൊടുക്കാം കേട്ടോ. നമ്മളെല്ലാ സാധനവും മേശയിലേക്ക് എടുത്തു വെച്ചു. നോമ്പ് തുറക്കാനുള്ള സമയമായി കേട്ടോ, ആവാറായിട്ടുണ്ട്. നമ്മളെല്ലാ സാധനവും മേശയിലേക്ക് എടുത്തു വെച്ചു. ഇനി നമ്മൾ എല്ലാം മേശയിലേക്ക് എടുത്തു വെച്ച് നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണിച്ചു തരുന്നതാണ്. സമൂസ, ഫ്രൂട്ട്സും വത്തക്ക വെള്ളം, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. Allah